വെളിപ്പെടുത്തൽ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുന്നംഗം മനു തോമസിന്റെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. P. ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കും ബന്ധുക്കൾക്കും ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം ചർച്ച ചെയ്യണമെന്ന ആവശ്യം സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് സണ്ണി ജോസഫ് MLA നോട്ടീസ് നൽകും. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ വ്യക്തി അധിക്ഷേപങ്ങളും കാഫർ പരാമർശവും ഇന്ന് നിയമസഭയിൽ ചർച്ചയാകും. VV അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇൽദോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റൂൾ 50 അനുസരിച്ച് ഇന്ന് നോട്ടീസ് നൽകേണ്ട ധാരണയായിരുന്നു പ്രതിപക്ഷത്ത് ആദ്യമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് നോട്ടീസ് പറയുന്നത്: ഗാദി ബോർഡ് വൈസ് ചെയർമാൻ അടക്കമുള്ള ഉന്നത CPM നേതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ സ്വർണ്ണക്കടത്ത്, സ്വർണ്ണം പൊട്ടിക്കൽ, ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം മുൻ DYFI നേതാവ് വെളിപ്പെടുത്തിയ ഗുരുതര സാഹചര്യം ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതായത് CPMനെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകൊടുക്കുന്ന ചില ആരോപണങ്ങളാണ്, വെളിപ്പെടുത്തലുകളാണ് CPMന്റെ കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം DYFIയുടെ മുൻ നേതാവ് മനു തോമസ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടത്തുന്നത്. P. ജയരാജന്റെ CPM സംസ്ഥാന സമിതി അംഗം, കണ്ണൂരിലെ ഏറ്റവും പ്രബലരായ നേതാക്കളുടെ ഒരാളായ P. ജയരാജന്റെ മകന് അടക്കം സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണമാണ് മനു തോമസ് ഉന്നയിച്ചത്. CPM നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയ ആരോപണം. ഇന്നലെ ഈ P. ജയരാജന്റെ മകൻ ജെയിൻ ഈ ആരോപണം നിഷേധിക്കുകയും മനു തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ നേരത്തെ തന്നെ ഇത്തരം സംഘങ്ങളുമായി ജില്ലയിലെ CPM നേതൃത്വത്തിന് വലിയ ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നു വന്നതാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ പോലും അത്തരം ആരോപണങ്ങളും വിമർശനങ്ങളും ശക്തമായി തന്നെ ഉയർന്നതാണ്. അതാണ് ഇപ്പോൾ CPM നിന്ന് പുറത്തുപോയ ഒരു പ്രധാനപ്പെട്ട യുവ നേതാവ് ആരോപണമായി ഉന്നയിക്കുന്നത്. CPMനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന ആരോപണമാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയേറ്റ് മുഖം രക്ഷിക്കാൻ, തെറ്റുതിരുത്താൻ പാടുപെടുന്ന CPMനെ ഒരു പ്രഹരം കൂടി ഏൽപ്പിക്കുകയാണ് മനു തോമസ്. ആ വിഷയം പ്രതിപക്ഷവും ഏറ്റെടുക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം കൊണ്ടുവരും. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. CPM നേതാക്കളുടെ ഈ ബന്ധമാണ് പ്രതിപക്ഷം ചർച്ച ചെയ്യാൻ പോകുന്നത്. TP വധക്കേസുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്ന ഉറപ്പാണ്. കാരണം TP വധക്കേസിലെ പ്രതികൾക്കും ഇത്തരത്തിൽ ഈ സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്ത് സംഘങ്ങളും ബന്ധമുണ്ട്. അതിന് പ്രധാന പ്രതികൾ ഉൾപ്പെടെ സ്വർണ്ണക്കടത്ത് കേസിൽ നേരത്തെ പോലീസിന്റെ അന്വേഷണ വരയിൽ ആയതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് CPM നേതാക്കളുമായുള്ള, പ്രത്യേകിച്ച് P. ജയരാജനെ പോലുള്ള നേതാക്കളുമായുള്ള ബന്ധം വളരെ ചർച്ച നേരത്തെ ആയിട്ടുള്ളതാണ്. ആ വിഷയം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. അതിശക്തമായ വിമർശനം സർക്കാരിനും CPMനുമെതിരെ ഉയർത്താനാണ് പ്രതിപക്ഷ നീക്കം. പേരാവൂർ MLA സണ്ണി ജോസഫാണ് ഈ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകുന്നത്. മനു തോമസിന്റെ ആരോപണം അത് നിയമസഭയിൽ ഇന്ന് വെളിപ്പെടുത്തൽ സഭയിൽ വരുമെന്നുള്ളതാണ്. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വരുമ്പോൾ കൂടുതൽ ആയുധങ്ങൾ പ്രതിപക്ഷത്തിന് ലഭിക്കുക എന്നുള്ളതാണല്ലോ അരുണിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. CPMന് ഒന്നൊന്നായി നേരിടേണ്ടി വരുന്നത് കടുത്ത വെല്ലുവിളികളാണ് ഈ സഭാ സമ്മേളനത്തിൽ ഉടനീളം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും തീരുമാനം. മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് അതിനൊക്കെ ഒരു മറുപടി പറയുമെന്നൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഉണ്ടാകില്ല. അദ്ദേഹം പോയിട്ടുണ്ട്. ഈ വിഷയം പരിഗണിക്കാൻ സ്പീക്കർ തയ്യാറാകുമോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, TP കേസിൽ പ്രതികൾക്ക് ശിക്ഷ ഇളവ് എന്ന നോട്ടീസ് അത് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് സ്പീക്കർ തന്നെ തള്ളിയിരുന്നു. അക്കാര്യത്തിൽ സ്പീക്കർക്കെതിരെ സർക്കാരിന്റെ ഭാഗം സ്പീക്കർ പറഞ്ഞു. എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിന്റെ വിവരങ്ങൾ സ്പീക്കർക്ക് പറയാനാകുക എന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. തുടർന്ന് സ്പീക്കർ തലത്തിൽ വിശദീകരണക്കുറിപ്പും ഇറക്കിയിരുന്നു. ഓരോ കാര്യങ്ങൾ നോട്ടീസ് വരുമ്പോഴും തനിക്ക് ഉത്തമ ബോധ്യമുള്ള, അത് മാധ്യമങ്ങളുടെ വാർത്തയാകാം, മറ്റു വിവരങ്ങളാകാം, അതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് പരിഗണിക്കുമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കുന്ന വിശദീകരണമായി സ്പീക്കർ രംഗത്ത് വന്നിരുന്നു. ഈ വിഷയത്തിൽ സ്പീക്കർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന് കണ്ടറിയണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊന്നും സഭയിലില്ലാത്ത ദിവസമാണ് ഇത്തരത്തിലൊരു ആരോപണം. അത് ഒരു സാമൂഹ്യ മാധ്യമ കുറിപ്പിലൂടെയും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലൂടെയൊക്കെയാണ് മനു തോമസ് നടത്തിയത്. അത് എത്രത്തോളം സഭയിൽ ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയമെന്ന് സ്പീക്കർ വിലയിരുത്തുമെന്നാണ് അറിയേണ്ടത്. ഏതായാലും തുടർച്ചയായ ദിവസങ്ങളിൽ സഭയിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അത് TP വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷാളവ് നൽകിയ വിഷയത്തിലാണ് പ്രതിപക്ഷം നേരത്തെ സഭ ബഹിഷ്കരിച്ചത്. ഇന്നലെയും ആ വിഷയത്തിൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സർക്കാരിനെ മുൾമുന്നിൽ നിർത്തുന്ന ആക്രമണമാണ് ആ വിഷയത്തിൽ പ്രതിപക്ഷം സഭയിൽ ഉയർത്തുന്നത്. ഇപ്പോൾ ഒരു വിഷയം കൂടി പ്രതിപക്ഷം കിട്ടിയിരിക്കുന്നു. ഇന്ന് ഉച്ചവരെയാണ് സഭ ചേരുന്ന, വെള്ളിയാഴ്ചയാണ്. പക്ഷേ രാവിലെ തന്നെ സഭാതലം ശബ്ദമുഖരിതമാകാൻ, സഭാതലത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം ഉയരാൻ തന്നെയാണ് സാധ്യത. മറ്റൊരു വിഷയം കൂടി പ്രതിപക്ഷത്തിന് ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ അവസരമുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വടകരയിൽ ഉയർന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങളും
കാഫിർ പരാമർശവും ഒക്കെയാണ്. രണ്ട് ചോദ്യങ്ങൾ നേരിട്ട് സ്റ്റാർഡ് ചോദ്യങ്ങൾ തന്നെ സഭയിൽ നിന്ന് വരുന്നുണ്ട്. ഫ്ലോറിൽ മറുപടി പറയേണ്ട രണ്ട് ചോദ്യങ്ങൾ തന്നെ വരുന്നുണ്ട്. അതും പ്രതിപക്ഷം സർക്കാരിനൊരു ആയുധമാക്കും. അവിടെ സർക്കാരിനും ഭരണപക്ഷത്തിനും അത്തരം ആ കാര്യങ്ങളിൽ നിലപാട് പറയാനുണ്ടാകും. നേരത്തെ കെ ശൈലജയെ അടക്കം വ്യക്തിപരമായി അധിക്ഷേപിച്ചു, അശ്ലീല വീഡിയോ നിർമ്മിച്ചു എന്ന പരാതി തെരഞ്ഞെടുപ്പ് CPM ഉന്നയിച്ചതാണ്. അതിൽ തിരിച്ചടി ഭരണപക്ഷത്തിനും അവസരമുണ്ട്. സ്വാഭാവികമായും ചോദ്യത്തിന് വേള മുതൽ തന്നെ ഇന്ന് സഭയിൽ കുറച്ച് സംഘർഷാത്മകമായ അന്തരീക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനൊപ്പമാണ് ഈ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായ റൂൾ 50 ആയി ഈ പി ജയരാജനടക്കമുള്ള CPM നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണം കൂടി പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. റൈറ്റ്, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഞാൻ MS അനീഷ് കുമാറിലേക്ക് കൂടി പോവുകയാണ്. അനീഷ്, ഈ മനു തോമസിന്റെ വെളിപ്പെടുത്തൽ അത് വലിയ ചർച്ചയായിരുന്നു. ഫേസ്ബുക്കിലൂടെയുള്ള അത് പോരാട്ടം തുടരുകയാണ്. പാർട്ടിയിൽ ഇപ്പം ഇല്ലെങ്കിൽ പോലും അതിൽ കടുത്ത ആരോപണങ്ങൾ ഓരോ ദിവസവും മനു തോമസിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഇന്നലെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ജയരാജന്റെ മകൻ ജയൻരാജും അതിൽ മനു തോമസിന്റെ ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്നുള്ള പ്രതികരണവുമായാണ് എത്തിയത്. ഇന്നും കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ടോ? എന്താണ് അവിടെ ഒരു സാഹചര്യം? തീർച്ചയായും ഈ CPM നേതാവ് പി ജയരാജനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് ഇന്നലെ പാർട്ടിയിൽ നിന്നും പുറത്തായ മനു തോമസ് എത്തിയത്. ഫേസ്ബുക്കിലൂടെയാണ് ഇത്തരം പരസ്പരമുള്ള ഈ വീഴ്ചകൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ പി ജയരാജന്റെ മകൻ ജയിന് ഈ സ്വർണ്ണ പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള രീതിയിലുള്ള പ്രചരണമാണ് ഒടുവിൽ എത്തിയത്. ഇക്കാര്യത്തിൽ എന്നാൽ ഇത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് പി ജയരാജന്റെ മകൻ രംഗത്തെത്തുകയും നിയമപരമായ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്ന് വ്യക്തമായി കഴിഞ്ഞിരുന്നു. ഒപ്പം TP ചന്ദ്രശേഖരൻ വധവും ഷുഹൈബിന്റെ വധവും ഒന്നും വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു എന്ന വിമർശനവും പോസ്റ്റിൽ ഇന്നലെ മനു തോമസ് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതിനൊക്കെ മറുപടി നൽകിയത് ആകാശ് തില്ലങ്കരിയെ പോലുള്ള ആളുകളാണ് എന്നതാണ് കൂടുതൽ ചൊടിപ്പിക്കുന്ന രീതിയിൽ മനു തോമസിന്റെ പ്രതികരണങ്ങളെ മാറ്റിയിരിക്കുന്നത്. ഈ കൃത്യമായ ഒരു നിലപാട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ CPM നിർബന്ധിതരാകുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആകാശ് തില്ലങ്കരിയുടെയൊക്കെ ഭാഷയിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്ന് തന്നെയാണ് മനു തോമസ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തെത്തിയതിന് പിന്നാലെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണങ്ങൾ നടത്തണം എന്ന ആവശ്യം ഈ കോൺഗ്രസ് അടക്കമുള്ളവർ ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ രംഗത്തെത്തി വരികയും ചെയ്തിരിക്കുന്നു. എന്തായാലും എന്ത് വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട. കൂടെയുള്ളവർക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നതായിരുന്നു ഇന്നലെ ആകാശ് തില്ലങ്കേരി ഇട്ട പോസ്റ്റ്. എന്തായാലും ഇതോടുകൂടിയാണ് കൂടുതൽ പ്രകോപനം ഇതുമായി ബന്ധപ്പെട്ട് മനു തോമസ് ഉണ്ടാവുകയും ഈ സ്വർണ്ണപ്പൊട്ടിക്കൽ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളുള്ളവരാണ് CPM നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്ന ഗുരുതരമായ ആരോപണവുമായി മുന്നോട്ട് പോകാൻ മനു തോമസിനെ പ്രേരിപ്പിക്കുകയും ചെയ്ത്. ഒപ്പം ഈ ഷുഹൈബ് വധവും TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് CPM നേതാക്കളെ പ്രത്യേകിച്ചും പി ജയരാജനെയൊക്കെ അടക്കം ഈ കേസുകളിൽ പ്രതി ചേർക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ പി ജയരാജനെതിരെ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ മനു തോമസ് മുന്നോട്ട് വെച്ചിരുന്നു. പാർട്ടിയെ പൊതുജന മധ്യത്തിൽ കുത്തിവലിക്കാൻ അവസരം ഒരുക്കിയത് പി ജയരാജനാണ് എന്നാണ് മനു തോമസ് പറഞ്ഞത്. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ സൃഷ്ടിച്ചു, പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും മനു തോമസിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി രംഗത്തെത്തിയത് ആദ്യം പി ജയരാജനായിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ ആകാശ് തില്ലങ്കേരിയും മകൻ ജയിനുമൊക്കെ ഈ മറുപടി പറയുന്നു എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഇന്നും കൂടുതൽ തുടർ ചലനങ്ങൾ അല്ലെങ്കിൽ തുടർ വാർത്തകൾ അല്ലെങ്കിൽ തുടർ വാക്കുകൾ ഒക്കെ ഇന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. അതെ, അതിന്റെ അന്വേഷണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇനി മോർണിംഗ് വൈബ്സ് അത് VV അരുൺ തന്നെ വിവരങ്ങൾ